ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മോണ്ടാഷ് എന്നൊരു കൊറിയൻ സിനിമയെ കുറിച്ചാണ്. നമുക്കൊക്കെ ഇപ്പോൾ അറിയാം, കൊറിയയിൽ ഒരു കുറ്റകൃത്യം നടന്ന് 15 വർഷത്തിനുള്ളിൽ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ പിന്നെ ആ കുറ്റത്തിന് ശിക്ഷയുണ്ടാവില്ല എന്നുള്ളത്. ഇവിടെ ഇതിലെ നായികയായ ഹവായുടെ കുട്ടിയെ ഒരാൾ തട്ടിക്കൊണ്ടു പോവാം. പിന്നീട് ആ കുട്ടി മരണപ്പെടുകയും ചെയ്യും. അതിൻ്റെ പ്രതിയെ പിടിക്കാൻ 15 വർഷം കഴിഞ്ഞിട്ടും പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ കേസ് തള്ളിക്കളയാൻ പോവാം. അപ്പോഴാണ് അതേപോലെ തന്നെ വീണ്ടും ഒരു മിസ്സിംഗ് കേസ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് 15 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്? ഇത്തവണ പോലീസിന് പ്രതിയെ പിടിക്കാൻ പറ്റുമോ എന്നതൊക്കെയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഒരുപാട് സസ്പെൻസുള്ള ഈ ത്രില്ലർ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ പോന്നോളും. അപ്പം പിന്നെ മൂവിയിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇതിലെ നായകനായ ഡിറ്റക്റ്റീവ് ജിയാങ്ങും അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടും കൂടി ഒരു വീട്ടിലേക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിലോർക്കും. അവളുടെ പേരാണ് ഹ. ശേഷം അകത്തേക്ക് കയറുന്ന ജിയാങ്ങും അവൻ്റെ ഫ്രണ്ടും ചായ ഇടാൻ പോയ സമയത്ത് അവിടെ വെച്ചിരിക്കുന്ന കേസ് ഫയലുകളൊക്കെ ഒന്ന് മറച്ചു നോക്കാം. അതെല്ലാം അവളുടെ മോളുടെ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ചായ കൊണ്ട് വരാം. അപ്പോൾ ഡിറ്റക്റ്റീവ് ജിയാങ് പറയാൻ തുടങ്ങാം. നോക്കൂ, ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നേ. എന്താ, എൻ്റെ മോളുടെ കൊലയാളി നിങ്ങൾ പിടിച്ചോ? അല്ല, അതല്ല. കേസ് നടന്നിട്ടിപ്പോൾ 15 വർഷം തികയാൻ ഇനി നിസ്സാര ദിവസമേ ഉള്ളൂ. നിങ്ങളോടത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചെയ്യാൻ പറയാൻ ബുദ്ധിമുട്ടാണ്. കാണുമ്പോൾ കൂടെ വന്നേക്കുന്ന ഫ്രണ്ട് പറയും, അതെ, ഈ സുജാനിനെ കാണാതായിട്ട് 15 വർഷം ആവാൻ പോവാണല്ലോ. അങ്ങനെയുള്ള കേസൊക്കെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷനിലേക്ക് മാറ്റും എന്ന് പറഞ്ഞ് എന്താണെന്ന് അവളപ്പോൾ ചോദിക്കുക. ഈ ക്രിമിനൽ കേസുകളിൽ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ആ കേസ് അന്വേഷിക്കുകയോ അതിന് ശിക്ഷ ലഭിക്കുകയോ ഇല്ല. ഇപ്പോൾ അതിൻ്റെ കാലാവധി 15 വർഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മകളുടെ കേസും 15 വർഷം ആകാൻ പോവാ. പിന്നെ നമുക്കിപ്പോഴും കാര്യമായ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട്. എന്ത് തെളിവുകളൊന്നും ഇല്ലെന്നോ? പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ശേഷം അവൾ ഇതുവരെയും കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും അവരുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് കരയാൻ തുടങ്ങാം. അതിന് മറുപടിയൊന്നും പറയാനാകാതെ ഡിറ്റക്റ്റീവ് ചെയ്യാം പതി അവിടുന്ന് പോവാ. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ നമുക്കൊരു ഒഫീഷ്യൽ ലെറ്റർ അയച്ചാൽ മതിയെന്ന്. ഇതിപ്പോൾ വെറുതെ അവരുടെ വായിലിരിക്കുന്നത് കേട്ടു. അവരങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നീന്ന് വിളിക്കുക, ഡിറ്റക്റ്റീവ് ചെയ്യാം, നിങ്ങളെനിക്ക് വാക്ക് തന്നതാ എൻ്റെ മകളുടെ കൊലപാതകയെ പിടിച്ചു തരാമെന്ന്. എന്നിട്ട് നിങ്ങൾ ഈ കേസ് വിടാമെന്ന് ചോദിക്കും. അതിനപ്പോൾ അവന് മറുപടി ഒന്നും ഉണ്ടാവില്ല. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ റിവറിനോട് ചേർന്നുള്ള ഒരു റോഡ് സൈഡിൽ എത്തുമ്പോൾ വണ്ടി നിർത്തുക. അവിടെ വെച്ചാണ് ഹാങ്ങിൻ്റെ കുട്ടി സുജാക് കൊല്ലപ്പെട്ടത്. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഒരു വിഷ്വൽ പോലെ വരുക. അതവനെ പിന്നെയും വല്ലാതാക്കുന്നുണ്ട്. ശേഷം അവിടുന്ന് പോകാൻ നേരത്ത് അവിടെ ഒരു ഫ്ലവർ കിടക്കുന്നത് അവൻ കാണാം. അത് കാണുമ്പോൾ ആരോടെ വെച്ചിട്ട് പോയതുപോലെ അവന് തോന്നും. ഹായുടെ മകൾ കൊല്ലപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവളാണോ എന്നറിയാൻ ഉടനെ അവൻ അവളോട് ഫോൺ ചെയ്ത് ചോദിക്കും. അപ്പോൾ പറയും അവിടെ ചെന്നാൽ തൻ്റെ മകളുടെ ഓർമ്മ കൂടുതലായി വരുന്നതുകൊണ്ട് പോയിട്ട് വർഷങ്ങളായെന്ന്. എങ്കിൽ പിന്നെ ഇതാര്? ആ സ്ഥലം നന്നായി അറിയാവുന്നത് തനിക്കും ഹായ്ക്കും മാത്രമാണ്. അതല്ലാതെ അറിയണമെങ്കിൽ ആ കൊലപാതകി ആയിരിക്കില്ലേ എന്നൊരു തോന്നൽ അവന് വരുക. ശേഷം അവൻ ആ ഫ്ലവർ പരിശോധിക്കുക. അപ്പോൾ അതധികം വാടിയിട്ടില്ലെന്ന് അവന് മനസ്സിലാവും. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി ആരോ ആണ് ആ പൂവവിടെ വെച്ചിരിക്കുന്നത്. അതാരാണെന്നറിയാൻ എന്താ വഴിയെന്ന് ആലോചിക്കുമ്പോഴാണ് അവിടെ കുറച്ച് മാറി ഒരു CCTV ക്യാമറ അവൻ കാണുന്നത്. ഉടനെ ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് പറഞ്ഞ് അതിൽ CCTV വിഷ്വൽ പരിശോധിക്കുക. അവൻ വിചാരിച്ച പോലെ തന്നെ ആ കില്ലർ ഒരു കാട്ടുവഴിയിലൂടെ വന്ന് അവിടെ ഒരു പൂവ് വെച്ചിട്ട് അതേ വഴി തന്നെ തിരിച്ചു പോവാം. പക്ഷെ രാത്രി ആയതുകൊണ്ട് മുഖം വ്യക്തമല്ല. എന്നാലും ഇത് പ്രതിയെ പിടിക്കാൻ കിട്ടിയ അവസാന ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയ ഡിറ്റക്റ്റീവ് ചിയാങ് അതിനുവേണ്ടി എല്ലാ രീതിയിലും ശ്രമിക്കുക. അതിനാൽ അന്ന് രാത്രി തന്നെ കില്ലർ വന്ന കാട്ടുവഴിയിലൂടെ ചിയാങ്ങും ഫ്രണ്ടും പോവാ. ഇവിടെ എവിടെയെങ്കിലും അവൻ വന്ന് കാർ നിർത്തിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. പ്രതീക്ഷിച്ചതുപോലെ കില്ലർ വണ്ടി നിർത്തിയിട്ട സ്പോട്ട് അവർ കണ്ടുപിടിക്കുക. മാത്രമല്ല വണ്ടിയുടെ ടയർമാർ അവിടെ നല്ല രീതിയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് ചിയാങ് നോട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഇവരുടെ ഓഫീസാണ്. അവിടെ ഇവർ കില്ലർ അവിടുന്ന് എങ്ങനെ പോയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുക. കില്ലർ അവിടെ കാർ നിർത്തിയിട്ട് സ്പോട്ടിൽ പോയി പൂ വെച്ച് തിരിച്ചു വന്ന് അതേ വഴി തന്നെ പോയിട്ടുണ്ടാവും. കാരണം അതൊരു ബ്ലൈൻഡ് ഏരിയ ആണ്. അവിടെ CCTV ക്യാമറ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല ഇവിടെയുള്ള CCTV ക്യാമറയിൽ ഈ വണ്ടിയുടെ വിഷ്വൽസ് പതിഞ്ഞിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ഫ്രണ്ട് അപ്പ ചോദിക്കുക. ഇവിടെ കില്ലർ ഫ്ലവർ വെച്ചിരിക്കുന്ന സമയം CCTV കാണിക്കുന്നത് 1:15 അവിടെ നിന്ന് നടന്നുപോയി കാർ എടുത്ത് പോകുമ്പോഴേക്കും ഏകദേശം 1:45 to 1:50 ആയിരിക്കും. ഈ സമയത്ത് കില്ലറിന് ഓപ്പോസിറ്റായി വരുന്ന കാറുകളെല്ലാം
നമ്മുടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഡാഷ്ബോർഡിൽ ക്യാമറയുള്ള ഏതെങ്കിലും ഒരു വണ്ടിയിൽ കില്ലറുടെ വണ്ടിയുടെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടാവും. ഉടനെ അവർ CCTV ചെക്ക് ചെയ്ത് ആ സമയത്ത് പോയേക്കുന്ന എല്ലാ വണ്ടികളുടെയും ലിസ്റ്റ് എടുക്കുക. അതിൽ ഡാഷ്ബോർഡിൽ ക്യാമറയുള്ള എല്ലാ വണ്ടികളുടെയും ക്യാമറ ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡിലെ ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 1:53 ഒരു വണ്ടി ക്രോസ് ആയി പോകുന്നത് കാണുക. പക്ഷേ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. അതോടെ ആ വണ്ടി കില്ലറുടെ വണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിരാശയായിരുന്നു അവിടെയും ഫലം. വീണ്ടും കേസ് തുടങ്ങിയെടുത്ത് തന്നെ വന്നു നിൽക്കും. പിന്നെയും ചെയ്യാൻ ആ വീഡിയോ പരിശോധിക്കുമ്പോൾ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് അവൻ കാണുക. ഏതോ സർവീസ് സെൻ്ററിലെ സ്റ്റിക്കറാണെന്ന് അവന് മനസ്സിലാവും. ഇനി അത് വെച്ച് അന്വേഷിക്കാമെന്ന് അവൻ തീരുമാനിക്കാം. അപ്പോഴും അതൊട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണെന്ന് അവനറിയാം. കാരണം ഇനി ഒരു ദിവസമേ ഉള്ളൂ 15 വർഷം തികയാനായിട്ട്. എങ്കിലും ആ അവസാന ദിവസവും അവർ അതന്വേഷിച്ച് നടക്കും. അപ്പോഴാണ് വളരെ യാദൃശികമായി അതുപോലത്തെ ഒരു കാർ അവൻ്റെ കണ്ണിൽ പെടുന്നത്. അവൻ ആ കാറിൻ്റെ അടുത്ത് പോയി നോക്കാം. അപ്പോൾ ആ കാറിൻ്റെ ടയർ മാർക്കും സംഭവ സ്ഥലത്ത് നിന്ന് അവന് കിട്ടിയ ടയർ മാർക്കും ഏകദേശം ഒന്നാണെന്ന് അവന് മനസ്സിലാവാം. അതുപോലെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസിൽ കണ്ട സ്റ്റിക്കറും ഈ വണ്ടിയിലും അവൻ കാണാം. ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിക്കിപ്പോൾ നമ്പർ പ്ലേറ്റ് ഉണ്ട്. ചിയാങ്ങപ്പോൾ ഇതിൻ്റെ ഓർഡർ ആണെന്ന് ചുറ്റും നോക്കാം. അപ്പോൾ കുറച്ച് മാറി ഒരാൾ അവനെ വാച്ച് ചെയ്യുന്നവൻ കാണാം. മുഖം വ്യക്തമാവാതിരിക്കാൻ അയാൾ കൂടെ വെച്ച് മറയ്ക്കുന്നുണ്ടായിരുന്നു. പതിയെ ചിയാങ് അയാളുടെ അടുത്തേക്ക് നടക്കാം. അതോടെ അയാൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. നല്ല തിരക്കുള്ള റോട്ടിൽ മഴയും കൂടി പെയ്യുന്നതിനാൽ ചിയാങ്ങിന് വേഗം അവൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനോടി വരുമ്പോഴേക്കും കില്ലർ അവിടെയുള്ള ഒരു ഷോപ്പിൽ കയറി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അതോടെ ചിയാങ് ഓരോ ഷോപ്പിലും കയറി നോക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഒരാൾ നനഞ്ഞ കൊടാരികത്ത് വെച്ച് മുഖം മറയ്ക്കുന്ന രീതിയിൽ പത്രം വായിക്കുന്നത് അവൻ കാണാം. ഇത് കാണുമ്പോൾ ചിയാങ്ങിനൊരു ഡൗട്ട് തോന്നാം. അവൻ പതിയെ അയാളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അയാൾ അവിടെയുള്ള സപ്ലയർ ലേഡിയേക്ക് തട്ടിമാറ്റി അവിടെ മൂടി രക്ഷപ്പെടാം. അങ്ങനെ ഓടുമ്പോൾ മാർക്കറ്റിൽ വന്ന ഹാനെയും അയാൾ ഇടിച്ചിരുന്നുണ്ട്. നിലത്ത് വീണ ഹാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ പുറകെ ഓടുന്ന ചിയാങ്ങിനെ കാണുന്നേ. ഹാക്കിയപ്പോൾ ചിയാങ് ഓടുന്നത് തൻ്റെ മകളുടെ കൊലപാതകിയുടെ പുറകെയാണോ എന്നൊരു തോന്നൽ വരുക. ഈ സമയം കില്ലർ ചിയാങ് എത്തുമ്പോഴേക്കും കാറും എടുത്ത് കടന്നു കളഞ്ഞിരിക്കും. അന്ന് രാത്രി ചിയാങ്ങിനെ കാണാൻ വരുക. എന്തായി കില്ലറെ പിടിച്ചോന്ന് ചോദിക്കുക. ഇല്ല, അവൻ രക്ഷപ്പെട്ടു. പിന്നെ ഇന്ന് രാത്രിയോടെ ഈ കേസ് 15 വർഷം തികയാ. ഇനി അവനെ പിടിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാം. കേസ് തീരാൻ ഇനിയും 2 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച് അയാളെ പിടിക്കാൻ സാധിക്കില്ലേ? അത് ഫേക്കാണോ? ഇത് കേൾക്കുമ്പോൾ ഹാക്കി ശരിക്കും സങ്കടം വരുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് കേസ് സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസും ചെയ്യാൻ കത്തിച്ച് കളയുന്നതാ. അതിനിടയിൽ ഒരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട് ഹായിൻ്റെ. അതിൽ എനിക്ക് സംശയമുള്ളവരുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരുമോ എന്നായിരിക്കും. അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് കാണുന്ന ചിയാൻ അത് കാര്യമാക്കില്ല. ഇതിനിടയിൽ അവിടെ ഒരു മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിയാൻ കത്തിച്ചതെല്ലാം അവിടെ മുഴുവനായി കത്തിപ്പോവില്ല. ആ കില്ലറുടെ രേഖാചിത്രം പാതി കത്തിയ രീതിയിൽ നിൽക്കും. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് ആ കില്ലർ വീണ്ടും ഒരു കുട്ടിയെ ഫോളോ ചെയ്യുന്നതാണ്. എന്നാൽ ആ കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഷൂ കെട്ടുന്ന പോലെ കാണിക്കാം. എന്തോ പന്തികൊടി തോന്നിയ ആ കുട്ടി വേഗം അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. പുറകെ കില്ലർ ഓടിയെങ്കിലും ആ കുട്ടി ഓടി വീട്ടിൽ കയറിയതിനാൽ അവനെ പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മുടെ കില്ലർക്ക് ഫസ്റ്റ് ടാർഗറ്റ് മിസ്സാവുകയാണ്. ഈ സമയം വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിൽ ഒരു അപ്പൂപ്പനും പേരക്കുട്ടിയും കളിക്കാൻ വന്നേക്കാം. പേരക്കുട്ടിയുടെ പേര് ബോറ എന്നാട്ടോ. ആൾ അപ്പൂപ്പനെ വിളിക്കുന്നത് പാപ്പാന്നാ. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീട്ടിൽ ഫോൺ ബെല്ലടിക്കുക. അതാരാന്നറിയാൻ പാപ്പ അവിടേക്ക് പോവാ. എന്നാൽ അവിടെ ചെല്ലുമ്പോഴേക്കും ഫോൺ കട്ടാവാ. തിരികെ കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും ഫോൺ പിന്നെയും ബെല്ലടിക്കുക. എടുക്കുമ്പോൾ അത് പിന്നെയും കട്ടാവും. ആരോ കളിപ്പിക്കുന്നതാന്ന് പാപ്പയ്ക്കപ്പം മനസ്സിലാവും. പെട്ടെന്ന് എന്തോ പന്തികേട് തോന്നിയ പാപ്പ ജനലിലൂടെ തൻ്റെ പേരക്കുട്ടിയെ നോക്കാം. ഉടനെ പാപ്പ പാർക്കിലേക്ക് വരുന്നുണ്ടെങ്കിലും ഈ സമയം കൊണ്ട് തന്നെ കില്ലർ കുട്ടിയെ കടത്തിയിട്ടുണ്ടാവും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഒരു കൊറിയർ വണ്ടി വരുന്നതാ. ശേഷം അതിൽ നിന്നൊരു കൊറിയർ ബോയ് ഒരു ബോക്സുമായി ഒരു വീട്ടിലോട്ട് കയറും. അത് താത്തയുടെ വീടായിരിക്കും. വീട്ടിൽ രഹസ്യമായി കയറിയ പോലീസുകാർ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതായിരിക്കും അത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കില്ലറിൻ്റെ കൂടെ അവർ വെയിറ്റ് ചെയ്യാം. വീട്ടിൽ തന്നെ ഇരുന്ന എന്തെങ്കിലും പന്തികേട് തോന്നിയാലോ എന്ന് തോന്നി പോലീസുകാർ പാപ്പയോട് പാർക്കിൽ പോയി ഇരിക്കാൻ പറയാം. എന്നിട്ട് പോലീസുകാർ ഇവിടെ ഇന്ന് വാച്ച് ചെയ്യും. അങ്ങനെ പാപ്പ ബെഞ്ചിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുക. എന്നാൽ അത് പാപ്പയുടെ ഫോണല്ലായിരിക്കും. തൊട്ടപ്പുറത്തെ ചെടികൾക്കിടയിൽ നിന്നും മറ്റേതോ ഫോണായിരിക്കും. പാപ്പ അധികം എടുക്കുമ്പോൾ അതിൽ ബോമാന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഉടനെ പാപ്പ ആ കോൾ എടുക്കുമ്പോൾ കേൾക്കുന്നത് ബോമയുടെ കരച്ചിലായിരിക്കും. പുറകെ കില്ലറുടെ ശബ്ദവും. നിങ്ങളുടെ പേരക്കുട്ടി എൻ്റെ കൂടെയുണ്ട്.
ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. ഈ സമയം പോലീസുകാർ പാപ്പയുടെ അടുത്തേക്ക് പോയില്ല. കില്ലർ എവിടെയോ നിന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാ ഓരോന്ന് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവാം. അപ്പോൾ പോലീസ് കൂടെയുണ്ടെന്നെങ്ങാനും കില്ലർക്ക് മനസ്സിലായാൽ അത് കുട്ടിയെ കണ്ടുപിടിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയാ അവരവിടേക്ക് പോവാഞ്ഞ്. അങ്ങനെ പോലീസുകാർ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലോട്ടൊരു കോള് വരാ. അത് ബോംബയുടെ അമ്മ, അതായത് പാപ്പയുടെ മകളായിരിക്കും ആ ഫോൺ എടുക്കുന്നത്. അപ്പോൾ കില്ലർ, നിങ്ങളുടെ മകൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. എനിക്കൊരു $50,000 തരാമെങ്കിൽ സുരക്ഷിതമായി അവൾ നിങ്ങളുടെ അടുത്തെത്തും. അതല്ലെങ്കിൽ അവളുടെ ശവമായിരിക്കും എത്തുക. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നിലത്ത് വീഴാം. ശബ്ദം കേട്ട് എന്തോ പന്തികേട് തോന്നിയ കില്ലർ ഫോൺ കട്ടാക്കുക. ഇത് കണ്ട് തൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു ഭയന്ന് താത്തയുടെ മകൾ അവിടെ ബോധം കെട്ട് വീഴാം. ഉടനെ പോലീസുകാർ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ബോംബയുടെ അമ്മയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു ഹാർട്ട് സർജറി ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ പോലീസുകാർ വീട്ടിലേക്ക് വന്ന കോൾ എവിടെ നിന്ന് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ടോ. എന്നാൽ ഇതിനിടയിൽ പാപ്പയെ പാർക്കിൽ കാണാനില്ല കേട്ടോ. അവർ ചെന്ന് നോക്കുമ്പോൾ അവർ കൊടുത്തുവിട്ട ഫോൺ മാത്രം അവിടെ കിടന്നവർക്ക് കിട്ടും. എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവിടുന്ന് കുറച്ച് പോലീസുകാർ ഫോൺ ട്രാക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാ. അതൊരു ബൂത്തായിരിക്കും. അവിടെ കൃത്യമായി പരിശോധിക്കുമ്പോൾ കില്ലർ വലിച്ചു എന്ന് കരുതുന്ന ഒരു സിഗരറ്റ് കുറ്റി കിട്ടുക. അത് എവിഡൻസായി പോലീസുകാർ കളക്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ തെളിവുകളൊന്നും അവിടെ ലഭിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കുറച്ച് ഫ്ലാഷ് ബാക്കാ. അന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് ചിയാങ് പറഞ്ഞില്ലേ, ഈ കേസ് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഡിറ്റക്റ്റീവ് ചിയാങ് പറയുന്നില്ലേ. അവിടെ നിന്ന് തുടങ്ങുന്നേ. അതിൻ്റെ അടുത്ത ദിവസം അന്ന് ആ കില്ലർ ഒളിഞ്ഞിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാം. അവിടെ ചെന്ന് റെസ്റ്റോറൻറ്റിലെ ഓണറിനോട് അന്ന് നടന്ന കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ ഓണർ, എൻ്റെ മാഡം, അന്നൊരു നശിച്ച ദിവസമായിരുന്നു. ഒരുത്തൻ മഴയത്ത് കൊടയും ചൂടി അകത്തേക്ക് കയറി വരാം. വന്ന് കയറിയപ്പോൾ മുതൽ അവൻ മുഖം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്കപ്പോഴേ ഒരു പന്തുകേട് തോന്നിയതാ. ശരി, അവൻ എവിടെ ഇരുന്നേർന്നേ ചോദിക്കുക. അപ്പോൾ സ്ഥലം കാണിച്ചു കൊടുക്കാം. അവൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ കില്ലർ അന്ന് ചൂടിക്കൊണ്ടുവന്നിരുന്ന കുട അവിടെ കിടക്കുന്നത് കാണാം. അവൾ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു ബാങ്കിന്റെ നെയിം എഴുതിയിട്ടുണ്ടാവും. ഉടനെ അവൾ ആ കുടയുമായി ബാങ്കിലേക്ക് പോവാ. അവിടെ ചെന്ന് ഒരു ലേഡിയോട് ഇതുപോലത്തെ കുട നിങ്ങൾ ആർക്കൊക്കെ കൊടുത്തേക്കണമെന്ന് ചോദിക്കും. മാഡം, ഇത് ഞങ്ങളുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രം കൊടുത്തിട്ടുള്ളതാ. ശരി, അവിടെ ലിസ്റ്റ് ഒന്ന് കിട്ടുമോ? ഓ സോറി മാഡം, കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ പുറത്തു പറയാറില്ല. എന്നാൽ കുറച്ച് ക്യാഷ് ഓഫർ ചെയ്യുമ്പോൾ ആ ലേഡി ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കൊടുക്കുക. ഇപ്പോൾ ഹായുടെ അടുത്ത് കുറച്ച് പേരുടെ ഇൻഫോർമേഷൻ ഉണ്ട്. അതേപ്പറ്റി സംസാരിക്കാനാ അന്ന് ചിയാങ് ഫോൺ ചെയ്തതും എടുക്കാത്തതുകൊണ്ട് വോയിസ് മെസ്സേജ് അയച്ചതും. അന്ന് ചിയാങ് 15 വർഷം തികഞ്ഞതുകൊണ്ട് എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ കോൾ വരുന്നത്. അതുകൊണ്ട് അവരത് കാര്യമാക്കിയില്ല. എന്നാൽ അവിടെയും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ലിസ്റ്റിലുള്ള ഓരോ വീട്ടിലും അവർ കയറി ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വല്ലപ്പോഴും വന്ന് താമസിക്കുന്ന ഒരു വീട് പോലെ അവൾക്ക് തോന്നാം. അവൾ ആ വീട് കയറി പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കലണ്ടറിൽ 15 വർഷം കഴിയുമ്പോൾ ഈ കേസ് അവസാനിക്കുന്ന ഡേറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതോടെ അവൾക്ക് മനസ്സിലാവും ഇതാണ് തൻ്റെ മകളുടെ കൊലപാതകമെന്ന്. കുറച്ച് കഴിയുമ്പോൾ ആ കില്ലർ വീടിന് പുറത്തു വരുക. അപ്പോൾ അയാളെ കൊല്ലാനായി ഒരു കത്തിയെടുത്ത് റെഡിയായി നിൽക്കുക. എന്നാൽ അവൾക്കതിന് കഴിയില്ല. ആ കില്ലർ വീടിനകത്ത് കയറാതെ വേറെ ആവശ്യത്തിന് അവിടുന്ന് പോവുകയും ചെയ്യും. പിന്നെ ഈ കാര്യങ്ങളൊന്നും ഡിറ്റക്റ്റീവ് ചിയാങ്ങിനോട് പറഞ്ഞിരുന്നില്ല കേട്ടോ. പിന്നെ കഥ വീണ്ടും പ്രസന്റിലോട്ട് വരിക. ഇവിടെ പോലീസുകാർ എത്രയും വേഗം താത്തയും താത്തയുടെ പേരക്കുട്ടിയും കണ്ടുപിടിക്കണമെന്ന് പറയാം. കാരണം ഈ താത്തയുടെ മകൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണല്ലോ. കൂടുതൽ ടെൻഷൻ അടിച്ചാൽ അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് പോലീസുകാർ എല്ലാം കുറച്ച് വേഗത്തിലാക്കാം. ഈ സമയം നമ്മുടെ കില്ലർ ഒരു ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കാട്ടോ. അതിനുള്ളിലെ ഒരു പെട്ടിയിലാണ് അയാൾ ബോംബയെ അടച്ചിട്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ പോലീസുകാരും മറ്റു വണ്ടികളും ഇയാളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അയാളങ്ങനെ പോകുന്നതിനിടയിൽ പെട്ടെന്ന് പെട്ടിക്കുള്ളിൽ മയം കിടന്നിരുന്ന ബോംബ് ഇടിക്കുക. ഉടനെ അവൾ നല്ല മുറിയായിട്ട് കരയാൻ തുടങ്ങും. ഇത് കേൾക്കുന്ന കില്ലർ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് വേഗം വണ്ടി ഓടിച്ചുകൊണ്ട് പോവാ. ശേഷം വണ്ടി നിർത്തി പെട്ടി തുറക്കുക. ഈ സമയം ബോംബ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ വായ ടേപ്പ് ഒട്ടിച്ച് മര്യാദയ്ക്ക് കിടന്ന നിനക്ക് ചാവാതെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് കില്ലർ വണ്ടിയും എടുത്ത് അവിടുന്ന് പോവാ. അതുപോലെ പോലീസുകാർ കില്ലറിന്റെ അടുത്ത കോളിനായി വെയിറ്റ് ചെയ്ത് പാപ്പയുടെ വീട്ടിൽ നിൽക്കാട്ടോ. അവർ പ്രതീക്ഷ പോലെ കില്ലറുടെ കോൾ വരുക. വീണ്ടും താത്തയുടെ മോൾ ഫോൺ എടുക്കുക. എന്തായി, ക്യാഷ് റെഡിയായോ? നോക്ക്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ആദ്യം എൻ്റെ മോൾക്കൊന്ന് ഫോൺ കൊടുക്ക്. ഫോൺ കൊടുക്കാനൊന്നും പറ്റില്ല. പകരം നിന്റെ വീട്ടിലോട്ട് ഇപ്പോൾ ഒരു വേസ്റ്റ് വണ്ടി വരുന്നുണ്ട്, അതിൽ കയറി ഒന്ന് നോക്ക്. അപ്പോൾ അവൾ എങ്ങനെയുണ്ടെന്ന് നിനക്ക് അറിയാൻ പറ്റും. ഇത് പറഞ്ഞ ശേഷം കില്ലർ ഫോൺ കട്ട് ചെയ്യുക. ഉടനെ താത്തയുടെ മകൾ അവിടെ നിന്ന് വേഗം വേസ്റ്റ് വണ്ടിയുടെ അടുത്തേക്ക് ഓടാം. അങ്ങനെ അവിടെ ചെന്ന് ആ വണ്ടി നിർത്തിച്ച് അതിൽ കയറി തിരയാൻ തുടങ്ങാം. അതിനുള്ളിലെ തിരച്ചിലിനൊടുവിൽ തൻ്റെ മകളുടെ ഒരു ഫോട്ടോ
അവിടെ നിന്ന് അവർക്ക് കിട്ടാ. അത് ബോംബെ ഒരു വീടിനുള്ളിൽ ചുമരിനോട് ചേർത്ത് നിർത്തി എടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും. അത് കാണുമ്പോൾ പാപ്പയുടെ മകൾക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് പോലീസുകാർ ഈ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവാ, 15 വർഷം മുമ്പേ നടന്ന ഒരു കേസുമായി ഇതിന് സാമ്യമുണ്ടെന്ന്. ഉടനെ അവിടെയുള്ള ഒരു പോലീസുകാരൻ ജോൺ അന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് ചിയാങ്ങിന്റെ അടുത്തേക്ക് വരിക. ശേഷം എല്ലാ കാര്യങ്ങളും കേട്ട ചിയാങ് ഷോക്കാവുകയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചോ അതേമാതിരിയാ ഇവിടെ എല്ലാം നടക്കുന്നേ. നമ്മുടെ ഹായുടെ കുട്ടിയെ കാണാതായ ശേഷവും ഫോട്ടോ അയച്ചത് ഇതേ വേസ്റ്റ് വണ്ടിയിലാണ്. ഇതോടെ ഹായുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അവർ ഉറപ്പിക്കാം. ശേഷം ചിയാങ് അന്ന് കത്തിച്ച് കളഞ്ഞ ആ തെളിവുകളിൽ എന്തെങ്കിലും ഈ കേസിന് ഉപയോഗപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ കത്തിച്ച് കളഞ്ഞതിൽ ചിയാങ്ങിന് ഇപ്പോൾ വിഷമമുണ്ട് കേട്ടോ. അവരെങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ജോൺ ചോദിക്കും, പൈസ കിട്ടിക്കഴിഞ്ഞാൽ കില്ലർ ആ കുട്ടിയെ കൊല്ലില്ലല്ലേ? അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല. ഹായുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാ അവൻ ആ കുട്ടിയെ കൊന്നേ. ഓഹോ, ഈ ക്യാഷ് എവിടെ കൊണ്ടുവരാൻ പറയണേന്ന് വല്ല പിടിയുണ്ടോ? അന്ന് ഹായോട് വൈകുന്നേരം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ക്യാഷ് കൊണ്ടുപോയി വെക്കാനാ പറഞ്ഞേ. തൻ്റെ മോളെ രക്ഷിക്കാനായി ഹാ അവിടെ ക്യാഷ് വെക്കുകയും ചെയ്തു. വേഷം മാറി ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. അതിൽ കില്ലർ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ ട്രെയിനിൽ നിന്ന് കുറെ മിലിറ്ററി ഓഫീസേഴ്സ് ഇറങ്ങി വരാം. അവരുടെ എല്ലാവരുടെയും കയ്യിൽ ബാഗും ഉണ്ടായിരുന്നു. ഒരു കൂട്ടമായി വന്നിറങ്ങിയതിനാൽ ആരെയും നോട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈ മിലിറ്ററിക്കാരുടെ കൂട്ടത്തിൽ ആ കില്ലർ ഉണ്ടായിരുന്നു. അവൻ ഒരു ഫേക്ക് ബാഗ് അവിടെ വെച്ചിട്ട് പണമുള്ള ബാഗ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ജോൺ വീണ്ടും ചോദിക്കും, ഇതേ സെയിം പ്ലാൻ അവൻ വീണ്ടും ഇനി വർക്കൗട്ട് ചെയ്യും. അവന് നമ്മളെ കൊണ്ട് അവനെ പിടിക്കാൻ സാധിക്കില്ലെന്ന അഹങ്കാരോ. എന്നാ ഇത്തവണ ഞാൻ അവനെ വിടില്ല. ഉടനെ ജോൺ എല്ലാ കാര്യങ്ങളും പാപ്പയുടെ വീട്ടിലുള്ള അവൻ്റെ ചീഫിനെ വിളിച്ചറിയിക്കുക. ഈ സമയത്ത് തന്നെ അവർക്ക് കില്ലറുടെ കൂളിൽ വരുവാണ്. അവിടെ ഡിറ്റക്റ്റീവ് ചിയാങ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ആ കില്ലറും പറയുന്നത്. പണം വൈകുന്നേരം ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കാൻ. ഇത് കേട്ട് ചീഫ് ഞെട്ടിപ്പോവുക. ഇപ്പോൾ കില്ലറുടെ പ്ലാൻ എന്താണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതനുസരിച്ച് അവരും ഒരു പ്ലാൻ ഉണ്ടാക്കാം. അതിൻ്റെ ഭാഗമായി ഡിറ്റക്റ്റീവ് ചിയാങ്ങും ജോണും പണം കില്ലർ വയ്ക്കാൻ പറഞ്ഞിട്ടുള്ള സ്റ്റേഷന് മുമ്പുള്ള സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറാം. ശേഷം ചിയാങ് തൻ്റെ കയ്യിലുള്ള രൂപരേഖയൊക്കെ വെച്ച് അവിടെ കില്ലറെ തിരയാ. ഈ സമയം ചിയാങ് ചിന്തിക്കുന്നുണ്ട്, 15 വർഷം മുമ്പ് കില്ലർ പണവും എടുത്ത് മെയിൻ വാതിലിൽ കൂടി ആയിരിക്കുമോ പോയിരിക്കുന്നത്? ഒരുപക്ഷെ ട്രാക്കിലൂടെയാണെങ്കിലോ? മറ്റിടങ്ങളിലെല്ലാം പോലീസ് നിൽക്കുന്നതിനാൽ ചിയാങ് ഇത്തവണ ട്രാക്ക് വഴി ഇറങ്ങി നോക്കാം. അവൻ വിചാരിച്ച പോലെ ഒരു മിലിറ്ററിക്കാരൻ ബാഗുമായി ഓടുന്നത് അവൻ കാണാം. തീർച്ചയായും ഇവൻ തന്നെയാണ് കില്ലർ എന്ന് പറഞ്ഞ് ചിയാങ്ങും ജോണും അവൻ്റെ പുറകെ പോവും. അപ്പോൾ കില്ലർ ബാഗ് പുറത്തേക്കിട്ട് മതിൽ ചാടി കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജോണും ചിയാങ്ങും ചേർന്ന് കില്ലറെ പിടിക്കുക. ശേഷം മുഖം നോക്കുമ്പോൾ പോലീസുകാരൻ ജോൺ ഞെട്ടിപ്പോവും. അത് ബോംബെയുടെ അപ്പൂപ്പൻ പാപ്പയായിരിക്കും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് പാപ്പിയെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതാ. പാർക്കിൽ ഞാൻ കില്ലറുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വീട്ടിൽ വന്ന ഫോണിലേക്കായപ്പോൾ അവരെന്നോട് അവിടുന്ന് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അവിടേക്ക് പോയി. അത് കാട്ടിനുള്ളിലെ ഒരു ഷെഡായിരുന്നു. ഞാൻ ഷെഡിൽ കയറിയതും ആരും വന്ന് വാതിലടച്ചു. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് സാധിച്ചില്ല. പിന്നെപ്പോഴോ അവിടെ മയങ്ങിപ്പോയി ഞാൻ. ശേഷം കണ്ണു തുറക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നേ. ഉടനെ ഞാൻ അവിടെ നിന്നിറങ്ങി വേഗം എൻ്റെ കാറിനടുത്തേക്ക് പോവാം. അവിടെ ചെന്ന് കാർ എടുക്കാൻ ഒരുങ്ങുമ്പോഴാ ഒരു ലെറ്റർ അവിടെ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നേ. അതിലെഴുതിയിരിക്കുന്നത്, നിനക്ക് നിന്റെ പേരക്കുട്ടിയെ വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ പണം എടുത്തുകൊണ്ട് വന്നോന്നായിരുന്നു. അതുകൊണ്ടാ ഞാൻ അവിടേക്ക് വന്നത്. പാപ്പ അങ്ങനെ എല്ലാ സത്യങ്ങളും പറഞ്ഞെങ്കിലും പോലീസുകാർ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം ബൂത്തിൽ നിന്ന് ഇവർ ശേഖരിച്ച സിഗരറ്റ് കുറ്റിയിൽ പാപ്പയുടെ വിരലടയാളമാണ് കാണിക്കുന്നത്. അതുപോലെ കില്ലർ ഫോൺ ചെയ്തപ്പോഴെല്ലാം ഇവർ വോയിസ് റെക്കോർഡ് ചെയ്തിരുന്നു. അതിൻ്റെ സൗണ്ട് മോഡുലേഷനും പാപ്പയുടെ സൗണ്ട് മോഡുലേഷനും ഏകദേശം കറക്റ്റാണ്. പിന്നെ പേരക്കുട്ടിയെ കാണാതായി കുറേ നേരം കഴിഞ്ഞിട്ടാ ഇയാൾ പോലീസിനെ വിവരം അറിയിച്ചത്. അതുകൊണ്ടൊക്കെ ഇയാൾ തന്നെയാ പ്രതിയെന്ന പോലീസ് പറയുന്നത്. എന്നാൽ ഡിറ്റക്റ്റീവ് ചിയാങ്ങിനറിയാം പാപ്പയല്ല യഥാർത്ഥ കുറ്റവാളിയെന്ന്. കാരണം ബൂത്തിൽ നിന്ന് ആ ഒരു ഫിംഗർ പ്രിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിനർത്ഥം കില്ലർ ഗ്ലൗസ് ഉപയോഗിച്ചു എന്നാ. അപ്പോൾ സിഗരറ്റ് വലിക്കുമ്പോഴും ഗ്ലൗസ് ഉണ്ടാകണം. അതില്ലാത്തതിനാൽ പാപ്പയെ പ്രതിയാക്കാൻ ആരോ മനഃപൂർവ്വം അത് അവിടെ കൊണ്ടുവന്നിട്ടതാ. ശേഷം ചിയാങ് എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറയുന്നുണ്ട്. എന്നാൽ അവരത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാ തെളിവുകളും പാപ്പയ്ക്കെതിരാണ്. അതുപോലെ ആ വേസ്റ്റ് വണ്ണിൽ നിന്ന് കിട്ടിയ ഭൂമിയുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പാപ്പയുടെ ഒരു പഴയ വീടിൻ്റെയാണ്. അതോടെ പോലീസുകാർ ഏകദേശം ഉറപ്പിച്ചു ഇത് മോളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി പാപ്പ തന്നെ ചെയ്തതാണെന്ന്. പിന്നെ പാപ്പയുടെ അറസ്റ്റ് രേഖപ്പെടുത്താം. ഈ സമയം ചിയാങ് പോലീസുകാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ സ്വന്തം വഴിയിൽ അന്വേഷിക്കാൻ തുടങ്ങാം. അതിനായി അവൻ ആദ്യം ചെയ്തത് കില്ലറുടെ ഇപ്പോഴത്തെ ഫോണിൽ സംസാരിച്ച വോയിസ് റെക്കോർഡും
15 വർഷം മുമ്പത്തേതും കൂടി ഒരു സൗണ്ട് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. അത് പരിശോധിച്ച് അയാൾ പറയും ഇത് രണ്ടും ഒന്നാണെന്ന്. കാരണം ആദ്യത്തെ റെക്കോർഡിൽ പറഞ്ഞേക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് 15 വർഷങ്ങൾക്ക് ശേഷവും പറഞ്ഞേക്കുന്നത്. ഒരു വാക്ക് പോലും വ്യത്യാസമില്ല. പിന്നെ ഈ 15 വർഷം കഴിഞ്ഞിട്ടും ആദ്യത്തെ വോയിസ് റെക്കോർഡിനാ ക്ലാരിറ്റി കൂടുതൽ. പിന്നെ രണ്ടാമത്തേത് ഒന്നുകൂടി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ടേപ്പ് ചെയ്തത് ഫോണിൽ കൂടി കേൾപ്പിക്കുന്ന പോലെ തോന്നിയേ. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി പോകുന്ന ശബ്ദങ്ങളെല്ലാം വളരെ ക്ലിയറാണ്. ഇതേക്കൊന്ന് ചെയ്യാൻ ആകെ കൺഫ്യൂഷൻ ആവുക. കാരണം ഇതിൻ്റെ വോയിസ് റെക്കോർഡെല്ലാം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അതങ്ങനെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. പോലീസുകാരുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഹായും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ വോയിസ് റെക്കോർഡുകളും അവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ കില്ലറുമായി ഹായ്ക്ക് എന്തോ ബന്ധമുണ്ട്. ഉടനെ ചെയ്യാൻ അവളുടെ വീട്ടിലോട്ട് പോവാം. അവിടെ ചെല്ലുമ്പോൾ ചെയ്യാൻ കാണാതെ ഈ കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന ഹാനയാണ്. ഉടനെ അവളെ മാറ്റി നിർത്തി ചെയ്യാൻ ചോദിക്കുക, നീയും ആ കില്ലറും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പോൾ ഹാ പറയാൻ തുടങ്ങാം. ബാങ്കിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ഓരോ വീട്ടിലും പോകാൻ തുടങ്ങി. അവസാനം ഞാൻ കണ്ടെത്തി ആ വീടും ആ കില്ലറേയും. അത് ഈ പാപ്പയാ. അയാളെ ആദ്യം കൊല്ലണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അയാളെപ്പോഴും തൻ്റെ മകളും പേരക്കുട്ടിയുമായി സന്തോഷത്തോടെ ഇരിക്കുന്നത്. താനോ ഇപ്പോഴും തൻ്റെ മരിച്ചുപോയ മകളെ ഓർത്ത് ഇപ്പോഴും കരയുന്നു. അപ്പോൾ അയാളെ കൊല്ലുവല്ല വേണ്ടത് എന്നെനിക്ക് മനസ്സിലായി. താൻ അനുഭവിച്ച വേദന അയാളും അറിയണം എന്ന് ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ നല്ലൊരു അവസരം ഉണ്ടാക്കി കുട്ടിയെ തട്ടിക്കൊണ്ടു പോന്നു. ശേഷം 15 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. അതിനായി ആദ്യം അയാൾ അവിടെ നിന്ന് മാറ്റമായിരുന്നു. അതിനാ ഞാൻ അയാളെ കാടിനുള്ളിലെ ഗോഡൌണിൽ പൂട്ടിയിട്ട് പിന്നെ ഞാൻ ഇയാളുടെ പഴയ വീട്ടിൽ പോയി എൻ്റെ മോളെ എവിടെ നിർത്തി ഇയാൾ ഫോട്ടോ എടുത്തു അവിടെ നിർത്തി തന്നെ ഇയാളുടെ കൊച്ചുമോളുടെയും ഫോട്ടോ എടുത്തു. ശേഷം ബൂത്തിൽ പോയി ഫോൺ വിളിച്ചതും താത്ത വലിച്ച സിഗരറ്റ് കുറ്റി അവിടെ ഇട്ടതും കാശെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് താത്തയുടെ കാറിൽ ലെറ്റർ വെച്ചതും അങ്ങനെ എല്ലാം താൻ ചെയ്തതാണെന്ന് അവൾ ചിയാങ്ങിനോട് പറയാം. ഇത് കേട്ട് ചിയങ് ചൂടാവാ. പകരത്തിന് പകരം ചെയ്യാണോ നീ? ഇനി ഈ കുട്ടിയെ നീ കൊല്ലൂ? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. എനിക്കവൻ എൻ്റെ മോളെ കൊന്നതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അതുവരെയും ഞാൻ ഈ കുട്ടിയെ നോക്കും. മണ്ടത്തരം പറയാതെ ഹാ, ഇപ്പോൾ നീ ചെയ്യുന്നത് അതിലും വലിയ കുറ്റോ? ഞാൻ ഈ കുട്ടീനെ അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കാൻ പോവാ. അപ്പോൾ ഹാ അവനെ തടയാ. നീ എങ്ങനെ ചെയ്താ പാപ്പയല്ല കുട്ടിയെ കടത്തിയെന്ന് പോലീസുകാർക്ക് മനസ്സിലാവും. അതോടെ പാപ്പ രക്ഷപ്പെടും. അവനെങ്ങനെ രക്ഷപ്പെട്ടുകൂടാ? എൻ്റെ മകളെ കൊന്നതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. ശരി, ഇപ്പോൾ നിനക്ക് എന്താ വേണ്ടേ? അയാൾക്ക് ശിക്ഷ ലഭിക്കണം. അത് ഞാൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ കുട്ടിയെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അയാൾ കുട്ടീനും കൊണ്ട് പോവാം. ശേഷം ചിയാൻ ജയിലിൽ പാപ്പയെ മീറ്റ് ചെയ്യാം. അപ്പം ചിയാൻ അയാളോട്, നിങ്ങളെന്തിനാ നിങ്ങളെ പേരക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു ഞാനല്ല എൻ്റെ പേരക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന്. അപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് ഹാറെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളല്ലേ? ഇത് കേൾക്കുമ്പോൾ പാപ്പ ഒന്ന് ഞെട്ടാ. നിനക്കറിയോടാ നീ ഞങ്ങളെ എന്തുമാത്രം ആ കേസിൽ ചുറ്റിച്ചെന്ന്. ഇപ്പം നോക്കിയേ, നീ കാണണം നിന്റെ പേരക്കുട്ടിക്കും അതേ ഗതി വന്നില്ലേ? പ്ലീസ് ഓഫീസർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എൻ്റെ കൊച്ചുമോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. നിന്റെ പേരക്കുട്ടി ഇപ്പം എൻ്റെ കൂടെയുണ്ട്. പിന്നെന്താ നിങ്ങളവളെ എൻ്റെ മോളെ ഏൽപ്പിക്കാത്തെ? ഞാൻ എന്തിനെ ഏൽപ്പിക്കണം? നീ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ? 15 വർഷങ്ങൾക്ക് മുമ്പ് നീ ചെയ്ത തെറ്റിന് നിനക്ക് ശിക്ഷ ലഭിച്ചേ പറ്റൂ. അതുകൊണ്ട് നീയാണ് നിന്റെ പേരക്കുട്ടിയെ കടത്തിയെന്ന് പറ. അങ്ങനെയെങ്കിൽ അവൾ നിന്റെ മോളുടെ അടുത്തെത്തും. പാപ്പ അത് സമ്മതിക്കുക. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ റെക്കോർഡ് ചെയ്യാം. ശരിക്കും 15 വർഷങ്ങൾക്ക് മുമ്പ് ഹായുടെ മകളെ പാപ്പയെ തട്ടിക്കൊണ്ടുപോയത് ഈ പാപ്പയുടെ മകൾക്ക് ഹാർട്ടിനൊരു കംപ്ലൈൻറ്റ് വരുക. അതിൻ്റെ ഓപ്പറേഷന് ഏകദേശം $50,000 ചിലവാകും. ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാപ്പ അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്നാൽ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഹാ പോലീസുകാരുടെ സഹായത്തോടെ ഫേക്ക് മണിയാ വെച്ച് ഇതെടുത്തുകൊണ്ടുപോയി കാശെല്ലാം നിറഞ്ഞ പാപ്പ വീണ്ടും ഹാനെ വിളിക്കുന്നുണ്ട്. നോക്ക്, ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരാം. ഇത്തവണ മര്യാദയ്ക്ക് ക്യാഷ് തന്നില്ലെങ്കിൽ നിന്റെ കുട്ടിയെ ഞാൻ കൊന്നുകളയും. അതോടെ ഹാ ക്യാഷ് കൊടുക്കാൻ തീരുമാനിക്കുക. അങ്ങനെ പാപ്പ പറഞ്ഞതുപോലെ കാട്ടിലൂടെയുള്ള ഹൈവേയിലൂടെ ഹാ വരാം. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയോ മനസ്സിലാക്കി നമ്മുടെ ചിയാങ്ങും അങ്ങോട്ട് വരുന്നുണ്ടോ. പിന്നെ ഹാ ഹൈവേ കൂടി പോകുന്നതിനിടയിൽ വണ്ടി ഒരു സൈഡിൽ ഒതുക്കാൻ പാപ്പ വിളിച്ച് പറയാം. ശേഷം പ്ലാസ്റ്റിക് കവർ കൊണ്ട് തല മൂടാനും ക്യാഷ് ഇരിക്കുന്ന ബാഗ് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ വെക്കാനും പറയാം. അതൊക്കെ ഹാ അനുസരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം പാപ്പ വണ്ടി കാടിനുള്ളിൽ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഹായുടെ കുട്ടിയുമായി അങ്ങോട്ട് വരുക. പെട്ടെന്ന് ഹായുടെ മകൾ പാപ്പയെ ആക്രമിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. പുറകെ പാപ്പയെ ഓടും. ഹായുടെ മകൾ അവിടെ നിന്ന് ഓടുന്നത് ഒരു മലയുടെ മുകളിലോട്ടാട്ടോ. ഈ ഓടുന്നതിനിടയിൽ കാല് തെറ്റി അവൾ താഴേക്ക് വീഴാം. ഒപ്പം അവിടേക്ക് വന്ന ചിയാങ്ങിൻ്റെ കാറ് ആക്സിഡൻ്റ് ആവാ. പിന്നെ ഹാ തൻ്റെ മരിച്ചുപോയ മകളെ എടുത്ത് കരയുന്ന സമയത്ത് പാപ്പ വണ്ടിയിൽ നിന്ന് പണവും എടുത്ത് രക്ഷപ്പെടാം. പിന്നീട് ആ കാശ് കൊണ്ടാണ് പാപ്പ തൻ്റെ മകളുടെ ഓപ്പറേഷൻ നടത്തുന്നത്. ശേഷം ആ മോളും
അവരുടെ കൊച്ചുമോളൊക്കെയായിട്ട് വളരെ സന്തോഷമായി പാപ്പ ജീവിച്ചു. പക്ഷേ കർമ്മ എന്നൊന്നുണ്ടല്ലോ, നമ്മൾ ചെയ്തതിനെ കാലം ഒരിക്കലും നമ്മളോട് കണക്ക് ചോദിക്കും. അത്തരത്തിലൊരു കണക്ക് ചോദിക്കലായിരുന്നു ഈ കേസ്. തന്നെ ഒരിക്കലും പിടിക്കില്ല എന്ന് കരുതി ആ കുട്ടി മരിച്ച സ്ഥലത്ത് പോയി പൂ വയ്ക്കുന്നിടത്തു നിന്നാണ് ഈ കേസ് വീണ്ടും ഓപ്പൺ ആവുന്നത്. പിന്നെ വേറെ വഴിയില്ലാത്തതിനാൽ കാശിന് വേണ്ടി കൊച്ചുമോളെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് പാപ്പ സമ്മതിക്കുക. അപ്പം ഡിറ്റക്റ്റീവ് കുട്ടിയെ പാപ്പയുടെ മകളെ ഏൽപ്പിക്കുക. ശേഷം പാപ്പയ്ക്ക് ശിക്ഷയും വാങ്ങി കൊടുക്കുന്നുണ്ട്. ശേഷം തൻ്റെ മകൾക്ക് നീതി ലഭിച്ചു എന്ന് പറഞ്ഞ് അവൾ മരിച്ച ആ കാടിനുള്ളിൽ പോയി പറയുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുക. അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സിനിമയെ വന്നവരേക്കും ബൈ.